കഴിഞ്ഞ ദിവസം ശശികല അവര് ടീച്ചറാന്നാ പറയാ. ടീച്ചറാ നമ്മൾ പറയില്ല. കാരണം എന്താ, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരൊന്നും ഇങ്ങനെ വിശദീകരിക്കാറില്ല. ഏതു പ്രതിസന്ധി വന്നാലും ഏതു പ്രയാസങ്ങൾ വന്നാലും തവക്കൽതു അലല്ലാഹ് പറഞ്ഞാൽ അവന്റെ കൂടെ അള്ളയുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, നമ്മളെല്ലാ കാര്യത്തിലും തവക്കൽതു അലല്ലാഹ് പറയാ. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പോ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാള് ഈ 20 കൊല്ലമായിട്ട് എന്റെ പ്രിയപ്പെട്ടവർ ജയിലിൽ കിടന്നു. നമ്മൾ കണ്ടതാ 20 കൊല്ലമായിട്ട് ജയിലിൽ കിടന്നു. അങ്ങനെ അവസാനം അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും കൂടി പിരിച്ച് 34 37 കോടി മതി എന്ന് പറഞ്ഞിട്ട് 40 ചില്ലറ കോടി രൂപ നമ്മൾ പിരിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 20 കൊല്ലം അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജയിലല്ലല്ലോ, അവിടുത്തെ ജയിലിന്റെ അകത്ത് നിന്ന് 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 മനസ്സ് മരവിച്ചിട്ടുണ്ടാവൂലേ? അപ്പോഴും അദ്ദേഹം മനസ്സിന്റെ ഉള്ളിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഈമാൻ എന്ന് പറയണേ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ത് ചെയ്യാ, നമ്മളെപ്പോഴും തവക്കൽതു അലല്ലാഹ് പറയാ. മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ ആര് വന്നാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ശശികല അവര് ടീച്ചറാന്നാ പറയാ. ടീച്ചറാ നമ്മൾ പറയില്ല. കാരണം എന്താ, നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരൊന്നും ഇങ്ങനെ വിശദീകരിക്കാറില്ല. അപ്പോ ഒരു ശശികല എന്ന് പറയുന്ന ഒരു പെണ്ണ് മുസ്ലിമീങ്ങൾക്കെതിരെ ഭയങ്കര രീതിയിൽ ആനടിച്ചിട്ടുണ്ട്. വിഷം ചീറ്റിയിട്ട് ആനടിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി ശശികലല്ല, ഇനി മോഡി വന്നാൽ ആര് വന്നാലും നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് ഈമാൻ മുറുകെ പിടിക്കുക. അല്ലാഹു എല്ലാവരെയും കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ.